എല്ല് സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങളിൽ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഫ്രാക്ചർ കണ്ടീഷനും ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? എല്ല് പൊട്ടി വെളിയിൽ വന്ന കണ്ടീഷനാണെങ്കിൽ മാം ഈ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണ് മാം ഈ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ്? നമ്മുടെ ശരീരത്തിലെ എല്ലാ എല്ലുകൾക്കും അതിൻ്റേതായ ഒരു അലൈൻമെൻ്റ് ഉണ്ട്. ആ അലൈൻമെൻറ്റിൽ അതിരുന്നാൽ മാത്രമേ നമുക്ക് നോർമലായിട്ടും ഫ്രീ ആയിട്ടും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് സന്ധിവേദന, നീർക്കെട്ട്, അതേപോലെ സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ എല്ലുകളെ കറക്റ്റ് അലൈൻമെൻറ്റിലാക്കി സെറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ബോൺ സെറ്റിംഗ് എന്ന് പറയുന്നത്. മാം എന്തൊക്കെ കണ്ടീഷനാണ് മാം ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്? എല്ല് സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുമുള്ള എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, നടുവേദന സംബന്ധമായിട്ടുള്ളത്, അതേപോലെ കാലിലോട്ട് കയ്യിലോട്ടുള്ള തരിപ്പുകൾ, സയാറ്റിക്ക, അതേപോലെ ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ എല്ല് സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങളിൽ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാം. അതുകൂടാതെ മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, അതേപോലെ ഇയർ ബാലൻസ് എന്നീ കണ്ടീഷനിലും നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാവുന്നതാണ്. മാം നടുവേദന, ഡിസ്ക് പ്രോബ്ലം അങ്ങനെയുള്ളവർക്ക് ഇത് ഏത് രീതിയിലാണ് ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നടുവേദന വരാനുള്ള പ്രധാന കാരണം എല്ലുകൾക്കുണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ്, അതായത് കാലക്രമേണ വരാവുന്ന മാറ്റങ്ങൾ, അതായത് ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളിൽ എല്ലുകളെ കറക്റ്റ് അലൈൻമെൻറ്റിലാക്കി ബോൺ സെറ്റ് ചെയ്യുന്നത്, അതായത് ബൾജിങ് ആണെങ്കിൽ ആ ബൾജിങ് ഉള്ളിലോട്ടാക്കി സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പെയിനും തരിപ്പും ഒക്കെ കുറയ്ക്കാവുന്നതാണ്. മാം ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ് സേഫ് ആണോ? തീർച്ചയായിട്ടും സേഫാണ്. പിന്നെ നമ്മളത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ ചെയ്യുന്നത് ഹൻഷി അജയ്കുമാർ സാറാണ്. 30 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണോ മാം? വളരെ പെയിൻഫുൾ അല്ല, ചെറിയൊരു പെയിൻ കാണും. മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു പെയിൻ സബ്സൈഡ് ആവും. മാം എന്തൊക്കെ കാര്യങ്ങളാണ് ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബോൺ സെറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബോൺ അലൈൻമെൻറ്റ് ചെയ്യുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ മാറിയിരിക്കുന്ന ബോൺ കറക്റ്റ് അലൈൻമെൻറ്റിലാക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മളുടെ നോർമലായിട്ടുള്ള നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാണ്, സ്ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അലൈൻമെൻറ്റ് വീണ്ടും പഴയതുപോലെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതാണ് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. റെസ്റ്റ് എടുക്കുക എന്നുള്ള പറയുമ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാതിരിക്കുക, ചെയർ കയറാതിരിക്കുക, കയറ്റം കയറുക, ഇറക്കം ഇറങ്ങുക, ഇതൊന്നും ചെയ്യരുത്. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കാം. ബോൺ സെറ്റിംഗ് ശരിയായിട്ടാണോ ചെയ്തിരിക്കുന്നത്? അത് കറക്റ്റ് ആയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും മാം? നമ്മുടെ ബോൺ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീരും വേദനയും ഒക്കെ കുറയും. അതേപോലെ കൈകാലിലോട്ടുള്ള തരിപ്പ് കുറയും, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂടും, നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു മൂമെൻറ്റ്സ് ഉണ്ടാവും. ബോൺ സെറ്റിംഗ് ആർക്കൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല? ബോൺ സെറ്റിംഗ് നമുക്ക് എല്ലാവരിലും ചെയ്യാം. അതായത് ചെറിയ കുട്ടികളിൽ മുതൽ ഒരു 70-75 വയസ്സുള്ളവരിൽ വരെ ചെയ്യാം. അതിൽ കൂടുതൽ പ്രായമുള്ളവരിൽ നമുക്ക് ചെയ്യുമ്പോൾ അത്ര റിസൾട്ട് ഉണ്ടാവാറില്ല. കാരണം അവരുടെ മസിൽസൊക്കെ വീക്കായിരിക്കും, അതേപോലെ എല്ലുകൾക്ക് അതേപോലെയുള്ളൊരു ബലവും കിട്ടില്ല. ബാക്കിയുള്ള എല്ലാവർക്കും ചെയ്യാം. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഫ്രാക്ചറിൽ എല്ലുകൾ നുറുങ്ങി പോവുകയാണ്, അതല്ലെങ്കിൽ ഓപ്പൺ വൂണ്ടുള്ള ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. മാം മോഡേൺ ട്രീറ്റ്മെൻറ്റും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളിപ്പോൾ മോഡേണിലൊരു ജോയിൻറ്റ് പെയിൻ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർ മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് തരികയാണ്. അതല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി പറയും. അപ്പം നമ്മളിവിടെ ചെയ്യുക, നമ്മളുടെ എന്താണ് അതിൻ്റെ കാരണം എന്നറിഞ്ഞ് ആയുർവേദവും ബോൺ സെറ്റിംഗ് കമ്പൈൻ ആയിട്ടാണ് നമ്മൾ ശാരദ ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതായത് ഇപ്പം എല്ലുകൾക്ക് ഒരു ജോയിൻറ്റ് പെയിൻ ആയിട്ടാണ് പോകുന്നത്, അപ്പോൾ എല്ലുകൾക്ക് വ്യത്യാസം ഉള്ളതാണോ, അതോ ഡിസ്ലൊക്കേഷൻ വന്നിട്ടുള്ളതാണോ, അതെന്താണ് എന്നറിഞ്ഞിട്ട് ആ അലൈൻമെൻറ്റ് ആദ്യമേ കറക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹീലിംഗ് ഫാസ്റ്റർ ആക്കാനും അതേപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുമുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുക്കും. ഇനി സിവിയർ ആയിട്ടുള്ള കേസസ് ആണ്, അതായത് കാലിലോട്ടും കയ്യിലോട്ടും തരിപ്പുകൾ ഉള്ളതാണെങ്കിൽ, അത് എണീച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ബലക്കുറവുണ്ട്, അങ്ങനെയുള്ള കേസാണെങ്കിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, എക്സ്റ്റേണലി ഉള്ള ട്രീറ്റ്മെൻറ്റ്, അഭ്യംഗ, കിഴി, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ തന്നെ ചെയ്യും. മാം എല്ലാ ഫ്രാക്ചർ കണ്ടീഷനും ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാ ഫ്രാക്ചർ കണ്ടീഷനിലും നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പൺ ഫ്രാക്ചർ ആണ്, എല്ല് പൊട്ടി വെളിയിൽ വന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എല്ലുകൾ പൊട്ടി നുറുങ്ങി പോയിട്ടുള്ള കേസസിലും നമുക്ക് പറ്റില്ല. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. മാം ബോൺ സെറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാം ശ്രദ്ധിക്കേണ്ടത്?
നമുക്ക് പ്രധാനമായിട്ടും പീരിയഡ്സ് ആയിരിക്കുന്ന പെൺകുട്ടികളിൽ പീരിയഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഒരു 5 ദിവസം കഴിയോ അതല്ല ബ്ലീഡിങ് മൊത്തത്തിൽ നിന്ന് കഴിഞ്ഞിട്ടോ നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ആ ഒരു സമയത്ത് ബോഡി നല്ല വീക്കായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് സർജറി ചെയ്തിട്ടുണ്ടോ, ഇടയ്ക്ക് എല്ലുകളിൽ കമ്പി ഇട്ടിട്ടുള്ള കേസുകൾ വല്ലതും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റായിട്ടും കൺവേ ചെയ്യേണ്ടതാണ്. കാരണം കമ്പിയിട്ട ജോയിൻ്റൊക്കെയാണ് അല്ലെങ്കിൽ എല്ലുകളാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. സ്പോർട്സ് ഇഞ്ചുറീസ് കേസിന് ഏത് രീതിക്കാണ് മാം ബോൺ സെറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്? സ്പോർട്സ് ഇഞ്ചുറി മെയിൻലി വരുന്നത് നമുക്ക് ലിഗമെൻറ്റ് ടിയർ അല്ലെങ്കിൽ ടെൻഡോൺ ടിയർ, മസിൽ ടിയർ അങ്ങനെയൊക്കെയുള്ള കേസസിൽ, അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ, ഫ്രാക്ചർ, അതൊക്കെയാണ് മെയിൻലി സ്പോർട്സ് ഇഞ്ചുറീസിൽ വരുന്നത്. പിന്നെ ടെന്നീസ് എൽബോ, റണ്ണേഴ്സ് നീ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ്, അതൊക്കെ നമുക്ക് എക്സസ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് വരുന്ന ഇഞ്ചുറീസ് ആണ്. ഇതിനൊക്കെ നമുക്ക് ബോൺ സെറ്റിംഗ് ഒരു ബെസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്ക് ജോയിൻസിനുണ്ടാവുന്ന ഓവറായിട്ടുള്ള സ്ട്രെസ്സ് കാരണമാണ്, അതിനുള്ള വ്യത്യാസം കാരണമാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ടാവുന്ന വ്യത്യാസം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്കൊരു ബെറ്റർ റിലീഫ് കിട്ടും. ജോയിൻസിനുള്ള ഫ്ലെക്സിബിലിറ്റിയും കൂടും.